2019 മുതൽ കേരളത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ട് കേന്ദ്രം അയച്ച കത്തിന്റെ പകർപ്പ് പുറത്ത്. കത്ത് ലഭിച്ചത് ഒക്ടോബർ 22-നാണ്. എയർലിഫ്റ്റിന് ചെലവായ 132.62 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് കേരളം തുടർച്ചയായി കേന്ദ്രത്തെ സമീപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനിടയിലാണ് ഈ കത്ത് കേരളത്തിലേക്ക് വരുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് മുണ്ടക്കൈ അടക്കം 2019 മുതൽ 2024 വരെ നമ്മളുടെ പ്രളയകാലവും മുണ്ടക്കൈ ദുരന്തവും ഒക്കെ ചേർത്ത് ഒരു 132 കോടിയുടെ കണക്ക് ഇങ്ങോട്ട് അയക്കുന്നത് അല്ലേ? വിജയകുമാർ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സഹായം എത്തിക്കാനും രക്ഷാപ്രവർത്തനം നടത്തിയതിനും അടക്കമുള്ള തുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്നത് 2024 ജൂലൈ 30-നാണ്. ജൂലൈ 30-ന് 2 തവണ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഒരു തവണ 6,72 ലക്ഷം രൂപയും രണ്ടാമത്തെ തവണയ്ക്കായി 2,19,23,500 രൂപയുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതടക്കം 2019 ഒക്ടോബർ 22 മുതൽ ഇങ്ങോട്ട് 2024 ജൂലൈ 31 വരെയുള്ള എയർലിഫ്റ്റിങ്ങിനും മറ്റ് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ചെലവായ തുക എന്ന നിലയിലാണ് 132,61,91,91,91,793 കോടി രൂപ സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് വേണ്ടി എയർ മാർഷൽ വിക്രം ഗൗറാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് തുക ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2019 മുതലുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ സേവന പ്രവർത്തനങ്ങളുടെ തുക കുടിശ്ശികയാണെന്നും ഇത് എത്രയും വേഗം സെറ്റിൽ ചെയ്യണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിനടക്കം പണം ആവശ്യപ്പെടുന്നതിനോട് സംസ്ഥാന സർക്കാർ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം അത് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പണം നൽകേണ്ടി വരുമോ ഇല്ല എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. അതാണ് ഇതിൽ ഈ പണം അടയ്ക്കേണ്ടി വരുമോ, അതോ ഈ കണക്കുകൾ ഇവിടേക്ക് അയക്കുക എന്ന ചട്ടപ്രകാരമുള്ള കത്ത് മാത്രമാണോ ഈ തുക കേരളം അടയ്ക്കേണ്ടി വരുമോ? കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഇത്തരമൊരു കത്ത് വന്നതിൻ്റെ കാര്യവും അതിലെ സംഖ്യയും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. ഇതിലിനി എന്താണ് സംഭവിക്കുക? വിജയകുമാർ, 2018 മഹാപ്രളയകാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഓഖി ദുരന്തകാലത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സമാനമായ രീതിയിൽ പ്രതിരോധ വകുപ്പിൽ നിന്ന് പണം ആവശ്യപ്പെട്ടുള്ള കത്ത് വന്നിരുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ഈ പണം ഈടാക്കുന്നതിനുള്ള അനൗചിത്യമടക്കം ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാർ കത്തിടപാടുകൾ നടത്തിയിരുന്നു. ഈ കത്തിൻ്റെ മറ്റും അടിസ്ഥാനത്തിൽ പിന്നീട് ഈ തുക ആവശ്യപ്പെടുന്നതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മുൻ അനുഭവങ്ങൾ. സമാനമായ രീതിയിൽ ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അല്ലെങ്കിൽ തന്നെ ദുരന്ത പ്രതികരണ നിധി അഥവാ SDRF-ലേക്ക് കേന്ദ്രത്തിനുള്ള തുകയിൽ നിന്ന് ഈ തുക തട്ടിക്കഴിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും തുക ഈടാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുള്ള എതിർപ്പ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 22-നാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി, അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ എന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഈ കത്ത് വന്നത്. അതിനുശേഷം സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചില ആശയവിനിമയങ്ങൾ കേന്ദ്രത്തോട് നടത്തിയിട്ടുണ്ട്. അതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തത്. യെസ്, എന്തായാലും 2018-19 മുതൽ 2024 വരെ എയർലിഫ്റ്റ് അതിന് ചെലവായ 132.62 കോടി രൂപ ഉടൻ തിരിച്ചടയ്ക്കണമെന്നാണ് പ്രതിരോധ മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പണം തിരികെ നൽകുന്നതിൽ കേരളം ഇളവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. എന്തായാലും കത്തിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ മുഖ്യമന്ത്രി ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് തുടർച്ചയായി കേന്ദ്രത്തെ സമീപിക്കുന്നതിനിടയിലാണ് ഇങ്ങോട്ട് നമുക്കൊരു കത്തയക്കുന്നത്, പണം അവിടേക്ക് അടയ്ക്കണം എന്നാവശ്യപ്പെട്ടത്. അത് ആ നിലയ്ക്കാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.